അങ്ങനെ ഗുരുവായൂർ പോക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിയിലാണേ വന്നത്. പിന്നെ ദാ ഇന്നും ഇവിടെ മഴ തന്നെയായിരുന്നു കേട്ടോ ഉച്ചവരെ. അക്കരക്കുന്നത്തൊക്കെ ചെറുതായിട്ട് വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. അത് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. ഉടനെ നമുക്ക് വെയിൽ വരുമായിരിക്കുമെന്ന്. പക്ഷേ ഇന്നലത്തേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് ഒത്തിരി മഴക്കുറവുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മുട്ട കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ തൊണ്ട് കൊണ്ടുപോയി റോസയുടെ ചോട്ടിലിടുകയാണേ. റോസാപ്പൂ മൊത്തം ചീഞ്ഞ് ഒരുമാതിരി അലങ്കോലമായിട്ടിരിക്കുകയാണ് കേട്ടോ. പൂവിലോട്ടൊന്നും നോക്കാനേ പറ്റുന്നില്ല, കാരണം എല്ലാം തന്നെ ഒരുമാതിരി കോല. ഈ പൂവിൻ്റെ പേര് തന്നെയല്ലേ കാക്കപ്പൂവ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു കളറും കൂടെ ഇവിടെ ഉണ്ടായിട്ടുണ്ടേ. നല്ല രസമില്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് പൂ വിരിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് ഏതാണ്ട് മറ്റേ പൂവിനെ പോലെ ഉണ്ടല്ലോ എന്ന്. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ളൊരു പ്രത്യേകതയാണ് കേട്ടോ. എല്ലായിടത്തും ഉറവ് പൊട്ടുവേ. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിലും കിണറൊക്കെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം കിട്ടും. ഉറവ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കണ്ണീർ തുള്ളി പോലത്തെ നല്ല വെള്ളമാണേ. അമ്പലത്തിൽ പോക്ക് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഈ വലിയ മീൻ എല്ലാ ഗപ്പിക്കുഞ്ഞുങ്ങളെയും പിടിച്ച് തിന്നായിരുന്നേ. അപ്പോൾ നമ്മൾ അവനെ ഒന്ന് മാറ്റിയിട്ടേക്കുവാണ് കേട്ടോ. ഇനി 2-3 ഗപ്പിക്കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ അവരൊന്ന് വലുതായിട്ട് ഒന്നിച്ചിടാമെന്ന് വിചാരിച്ചിട്ട്. ഡാലിയയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ പൂവുണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. കുറേയൊക്കെ വാടിയും പോയിട്ടുണ്ട്. നിറച്ച് മൊട്ടുകളുണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. ഈ മഴ കാരണം എല്ലാം പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവും. പിന്നെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ ഇന്ന്. വെളിയിലേക്ക് ഇറങ്ങാനേ പറ്റുന്നില്ല, നല്ല തണുപ്പാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലും മഴ എങ്ങനെയുണ്ട്? കുറവൊക്കെ ഉണ്ടോ?